ഹായ് ഹലോ മിഷാനി ഹിയർ. ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ള ടോപ്പിക് റിയൂണിയൻ അതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അറിയാതെയാണെങ്കിലും കാണാൻ നിങ്ങൾക്കൊരു വിധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും, ഒരു റിയൂണിയൻ സംഭവിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ ഓർത്തിട്ട് വേണം കാണാൻ. നിങ്ങളും അവരായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിച്ച് അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണാം. ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടാകാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ആക്യുറേറ്റ് എനർജി അല്ല. നിങ്ങളുടെ ആക്യുറേറ്റ് എനർജി ചെക്ക് ചെയ്തിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ നോക്കുക, അല്ലാതെ വെറുതെ സമയം കളയാതിരിക്കുക എന്നുകൂടി ഞാൻ പറയുന്നു. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. നമ്മൾ റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. എന്താണ് നമ്മൾ അറിയേണ്ടുന്ന കാര്യമെന്ന് തിരിച്ചറിഞ്ഞു പോവാണ്. അത് ദുഃഖമുള്ളതായിക്കോട്ടെ സന്തോഷമുള്ളതായിക്കോട്ടെ എന്താണെങ്കിലും ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനാണ് ടാരറ്റ് ഗൈഡൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. പ്രതീക്ഷകൾ മാത്രം വെച്ചുകൊണ്ടിരിക്കാനല്ല എന്നുകൂടി പറയുന്നു. ഓക്കെ, സാഹചര്യങ്ങളെ അംഗീകരിക്കാൻ പഠിക്കുക. അമിതമായിട്ടുള്ള മോഹം ചിലപ്പോൾ പല കാര്യങ്ങൾക്കും അത് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നും മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, അത്തരം കാര്യങ്ങളായിരിക്കും നിങ്ങൾക്കിടയിലെ ജാതി, മതം, ഏജ് ഡിഫറൻസ്, കാസ്റ്റ്, അങ്ങനെ പല രീതിയിൽ വിവാഹേതര ബന്ധങ്ങൾ, സമൂഹം അംഗീകരിക്കാത്തത്, അങ്ങനെ പലതരം വിഷമങ്ങളിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്നവരായിരിക്കാം ഈ വീഡിയോ കൂടുതലും കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ. തികച്ചും ഫ്രീ ആയിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മുഴുവനായിട്ട് കാണാം. വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്ത് മൊത്തത്തിൽ കാണാം. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിനെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും പറ്റി ചിന്തിക്കുക. ആരെയാണോ ചിന്തിക്കുന്നത് അവരെ പറ്റി. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും ഒരു അത്ഭുതം, ഒരു മാറ്റം സംഭവിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. അപ്പൊ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് കാർഡ് എടുത്തിരിക്കുന്നത്. നോർമലി ഇപ്പൊ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഞാനൊരു 6-7 കാർഡ് എടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഒരു 4 കാർഡും കൂടി വേറെ സെപ്പറേറ്റ് വാട്ട് ഇസ് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഈ ഒരു 6-7 കാർഡ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതായിരിക്കാം. ഓക്കെ, കൂടുതലും ഇത് പാസ്റ്റ് ആയിരിക്കാം, ഇപ്പൊ നടക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ റീഡിങ്ങിലോട്ട് പോവാണ്. ഈ ഒരു ടവർ കാർഡാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നിട്ട് വളരെ പെട്ടെന്ന് സഡൻലി നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമായിരിക്കും, ഒരു ദുരന്തം, ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നത്, അല്ലെങ്കിൽ മറ്റേരുകളുടെ കണ്ണേറോ അങ്ങനെ എന്തും വന്ന് എന്തൊരു കാരണം, ഒരു ചെറിയൊരു കാരണമായിരിക്കാം, ചിലപ്പോൾ അതൊരു വലിയൊരു ഇതിലോട്ട് മാറിപ്പോയിട്ടുണ്ടാകാം, വല്ലാത്തൊരു അകൽച്ചയിലോട്ട് പോയിട്ടുണ്ടാകാം. ഒരു ടവർ മോമെന്റ് അത് തന്നെയായിരിക്കാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 16 എന്നൊരു നമ്പർ വരുന്നുണ്ട്. ഫയർ സയൻസ് ഒക്കെ ചിലപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അതായിരിക്കാം. പിന്നെ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഡെവിൾ കാർഡ് എന്ന് പറയുമ്പോൾ കാപ്രിക്കോൺ ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം നോന്നാണ്. പിന്നെ 15 എന്നൊരു നമ്പർ, 15, 16 ദുരന്തവും ഡെവിളൊക്കെയാണ് വരുന്നത്. ഡബിൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയെ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിന് തകർക്കാൻ ശ്രമിക്കുന്നവർ, ഫാമിലി ആവാം, സഹപ്രവർത്തകരാകാം, ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജീസ്, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. അപ്പൊ അത്തരൊരു സാഹചര്യം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ബന്ധം മാറിപ്പോയത്. അത്തരം ഒരു സാഹചര്യത്തിന് പറയുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ ഒരു ബന്ധത്തിൽ ഞാൻ പറഞ്ഞു ഇതേപോലെയാണ്, വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്, ഹൃദയം തകർന്ന ഒരു അവസ്ഥ, അതിൽ നിന്ന് ഒരിക്കലും കരകയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരുപാട് ഇമോഷണലി പെയിൻ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, കരച്ചിലും. ഇതേപോലെ തന്നെ ചിലപ്പോൾ കുറെ പേർക്ക് ഒരു ഡിവോഴ്സിന്റെ വക്കിലായിരിക്കാം. എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥ, ഒരു ഡിപ്രഷൻ മൂഡിലൊക്കെ ഇരുന്നായിരിക്കാം കുറെ പേര് ഈ വീഡിയോ കാണുന്നത്. കാത്തിരിക്കുന്നുണ്ടാകാം, വളരെ പെട്ടെന്ന് ബ്രേക്കപ്പ്, റീസെന്റ് ബ്രേക്കപ്പ് ആയവരുണ്ടാകാം, കുറെ നാളുകളായിട്ട് കാത്തിരിക്കുന്നവരുണ്ടാകാം. ലിബ്ര എന്നൊരു സോഡിയക് സൈൻ വരുന്നുണ്ട്, 3 എന്നൊരു നമ്പർ വരുന്നു, 10 എന്നൊരു നമ്പർ വരുന്നു, ജെമിനി എന്നൊരു നമ്പർ വരുന്നുണ്ട്, ക്യാൻസർ വരുന്നുണ്ട്, 2 എന്നൊരു നമ്പർ, അതുപോലെ തന്നെ 9,
ജെമിനി കുറെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അക്വേറിയസ് 9, 5 ഇത്തരം നമ്പറുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രാധാന്യമുള്ളതാണോ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുന്നതോ, അല്ലെങ്കിൽ ഇപ്പോ ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഉണ്ടായിട്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നോക്കാം. ഈ ദിവസങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാകാം. ഈ ഒരു ബന്ധത്തില് രണ്ടുപേരും എന്താ പറയാ, പൂർണ്ണ ഒരു പരാജയം, ആഴത്തിലുള്ള മുറിവുകള് ഏറ്റിട്ടുള്ളത് ഏത് തരത്തിലും ആവാം. എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ഫൈനൽ കഴിഞ്ഞു. അത് ഒരു പരാജയം തന്നെ, പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്. അത്തരം സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ. അവസാനിച്ചു എന്ന് തന്നെ വിശ്വസിച്ചായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് സെൽഫ് ലവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ മറ്റേ വ്യക്തിനെ സ്നേഹിക്കുന്നില്ല. ഒരു 2 ഓഫ് കപ്പ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു ഹാർമണി ഇല്ല, ഒരു ട്രസ്റ്റ് ഇല്ല, ബ്രേക്കപ്പ് ആണ്, ഒരു ബാലൻസ് ഉണ്ടാവില്ല, ഒരുപാട് ടെൻഷൻ ആയിരിക്കും, ഒരു ബ്രോക്കൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഒട്ടും തന്നെ പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കാത്തൊരവസ്ഥ. ഒട്ടും ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നില്ല, ആരും അതിലൊരു ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്നൊരവസ്ഥയിലായിരിക്കാം ഇത് ചിലപ്പോൾ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ടവർ മൊമെന്റ് ഉണ്ടായിരുന്നപ്പോഴുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ നിങ്ങളുടെ ആ പാർട്ട്ണറിൽ ഒരുപാട് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം, ഇപ്പോഴും മറച്ചു വെക്കുന്നുണ്ടാകാം, തുറന്നു പറഞ്ഞിട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പൊ കുറെ നാളായിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷ, ഇതുവരെ നമ്മൾ കാത്തുകൊണ്ടിരുന്ന ആ പ്രതീക്ഷയൊക്കെ ഇപ്പൊ ഏകദേശം ഇല്ലാതെയായി. ഓക്കെ, ഇനി ആ വ്യക്തി വരില്ല എന്നൊരു സാഹചര്യത്തിനോട് കൂടുതൽ പേരും പൊരുത്തപ്പെട്ടതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ അങ്ങോട്ട് കോംപ്രമൈസോ അല്ലെങ്കിൽ സംസാരിക്കാനോ ചെന്നപ്പോൾ അത് വർക്കാവില്ല എന്ന് നിങ്ങൾക്കിടയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അപ്പൊ ഏതെങ്കിലും ഒരാൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, അതിന് പ്രകാരം മറ്റേ ആളും അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങള്, മത്സരങ്ങളൊക്കെ തന്നെയാണ് ഇതില്. പണ്ട് ഓക്കെ ആയിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു സമയത്ത് ഓക്കെ അല്ല. ഒരു കോമ്പറ്റീഷൻ മൈൻഡിലാണ് പോകുന്നത്, എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നൊരു രീതിയിലുള്ളത്. ഓക്കെ, ഒരു വിവാഹേതര ബന്ധങ്ങളായിരിക്കും ഇത് കൂടുതലും. അപ്പൊ അത്തരം ബന്ധങ്ങൾ, സാഹചര്യങ്ങളിൽ കൂടെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ, നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോണത്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തന്നെയാണോ എന്ന് നോക്കാം. ഒന്നിനെ ഫോഴ്സ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വ്യക്തമായ, നിങ്ങൾക്ക് വിശക്കുന്നതിന് മറ്റൊരാൾ കഞ്ഞി കുടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ, നിങ്ങളുടെ എനർജി, ഇപ്പൊ നിങ്ങളുടെ ഒരു ബ്ലഡോ കാര്യങ്ങളോ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. മറ്റൊരാൾ ചെക്ക് ചെയ്തിട്ട് അതാണ് എന്റെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെയാണ് ഇത്തരം എനർജികള് റെസനേറ്റ് ആകുന്നുണ്ടാകാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ അല്ല. നിങ്ങള് വീഡിയോസ് കണ്ടിരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോവുക, പുതിയതിലോട്ട് പോവുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഈ ഒരു ബന്ധത്തിലോട്ട് നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ, മുന്നോട്ടൊരു മാറ്റം ഉണ്ടാകുന്നോ എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഈ 4 കാർഡ്. അതിൽ ഷഫിൾ ചെയ്തപ്പോ കിട്ടിയത് ഒരു സ്ട്രെങ്ത് കാർഡാണ്. എന്തോ ഭാഗ്യത്തിന് ഇതിലൊന്നും റിവേഴ്സ് കാർഡ് വന്നില്ല കേട്ടോ. ഒരു സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ നിയന്ത്രണങ്ങളോടും കൂടി തന്നെ നിങ്ങൾക്ക് അവരെ കൈപ്പടിയിൽ ഒതുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ട്രെങ്ത് വരുന്നു. ലിയോ എന്നൊരു സോഡിയക് സൈൻ വരുന്നു, പൈസസ് എന്നൊരു സോഡിയക് സൈൻ വരുന്നു, ലിയോ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. 1, 6, 9, 8 അങ്ങനെ നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്ര ദിവസത്തിനുള്ളിലായിരിക്കാം ചിലപ്പോൾ ഒരു മാറ്റം വരുന്നുണ്ടാകാം, മാസമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും പണ്ടത്തേനേക്കാളും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എനർജിയെക്കാളും 10 മടങ്ങ് മാറ്റങ്ങൾ ഈ ഒരു ബന്ധത്തിലോട്ട് വരുന്നുണ്ട്. ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട്. അതുവഴി നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. വിഷ് കം ട്രൂ. എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത്, എങ്ങനെയായിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചത്, അതേപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി വരുന്നുണ്ട് പൂർണ്ണമായിട്ടുള്ളത്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേബിലിറ്റി കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് വരുന്നുണ്ടാകാം. ഒരു ലക്ഷറിയിലേക്ക് ഈ ഒരു ബന്ധം മാറിപ്പോകുന്നുണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ലഭിക്കുകയാണെങ്കിൽ, വർക്ക് ആവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. കാരണം നമുക്കിപ്പോൾ ഒരു ഇത് കിട്ടുമ്പോൾ നമ്മൾ അതിനോട് കരുണയുള്ള
ഒരു നന്ദിയുള്ളതായിട്ടിരുന്നാൽ മാത്രമാണ് പിന്നെ നമുക്കത് ലഭിക്കുള്ളൂ. നമുക്ക് ലഭിക്കുന്ന എന്ത് അനുഗ്രഹത്തിനും നമ്മൾ താങ്ക്സ് യൂണിവേഴ്സ്, കാരണം അത് നമുക്ക് ലഭിച്ചതാണ്. അപ്പൊ അതിന് നമ്മൾ നന്ദി പറയുമ്പോൾ അത് ഇതിലൊന്നല്ല, എന്തൊരു കാര്യത്തിലും. ഓക്കെ, ഒരാളെ നമുക്ക് ഐസ്ക്രീം തന്നാലും താങ്ക്സ് പറയണമെങ്കിൽ താങ്ക്സ് പറയാമെന്ന് പറഞ്ഞ പോലെ ഒരു അതിനോടൊരു വിധേയത്വമുള്ളവരായിട്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളോട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിലെ വിക്ടറി, വിജയങ്ങൾ തന്നെയാണ്, പ്രോഗ്രസ് ആണ് വരുന്നത്. ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വില, കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥകൾ, കാര്യങ്ങള്, ഒരു പ്രണയം, ഒരു അഗാധമായിട്ടുള്ള ഒരു പ്രണയം, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകുക ഈ വ്യക്തിയായിട്ട് എത്ര തല്ലുകൂടിയാലും നിങ്ങൾക്ക് പിരിയാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു പുതിയ കുട്ടി ജനിക്കാൻ, അതേപോലെ തന്നെ ഒരു പ്രപ്പോസല്, മാരേജ്, അങ്ങനെ ഒരുപാട് കാര്യത്തില് മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി ഒക്കെ നിങ്ങൾ ഒരുപാട് അടുത്ത്, ഒരു നല്ലൊരു പുതിയ ഫീലിങ്ങുകളിലേക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധം പതിയെ പതിയെ വന്നു തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി മറ്റു വീഡിയോസ് നമ്മൾ ഈ ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട്, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഈ ടോപ്പിക് അല്ലെങ്കിൽ മറ്റു പല ടോപ്പിക്കുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വിധി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുക എന്ന് പറയുന്നത് ഇതാണ്. ആദ്യത്തെ ഒരു എനർജിയും ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന എനർജി ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് റെസനേറ്റ് ആവുമോ നോക്കാം. ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹായ് എന്ന് അയക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. താല്പര്യമുള്ളവർക്ക് റീഡിംഗ് എടുക്കാം. ഒരു 24 hours തന്നെ നമ്മൾ മാക്സിമം റീഡിംഗ് കൊടുക്കും. മാക്സിമം ഉണ്ടോ പറയുന്നത്, അതിന് മുമ്പ് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ